അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാ അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹാബത്തിൻ്റെ ജീവിതം നാം പരിശോധിക്കുമ്പോൾ ഏത് പ്രതിസന്ധികളിലും നീറുന്ന പ്രശ്നങ്ങളിലും വലിയ പരിഹാരമായി അവർ കണ്ടത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയാണ്. മുത്തുനബി യാ റസൂലല്ലാ എന്നുള്ള വിളികൾ, ആ പ്രയോഗം നമ്മെ പഠിപ്പിക്കുന്നതും സ്വഹാബത്തുൽ കിറാമാണ്. മഹാനായ ഇമാം ബൈഹഖി റളിയല്ലാഹു അൻഹു അവിടുത്തെ ദലായിലുൻ നുബുവ 6-ാം വാള്യം 141-ാം പേജിൽ കൊണ്ടുവരുന്ന ചില വരികൾ നമുക്ക് കാണാം. അതൈനാക വൽ അദ്റാഉ യദ്മാല ബാനുഹ വഖദ് ശുഗിലതു ഉമ്മു സ്വബിയി അനി തിഫിലി. പരിഭവമാണ് നബിയെ, പ്രശ്നങ്ങളാണ്, സ്ത്രീകളുടെ പാൽ രക്തമായി മാറിയിട്ടുണ്ട്, കുട്ടികൾ വിശപ്പിലാണ്, ധാന്യമില്ല, ഭക്ഷണമില്ല തുടങ്ങിയ വേവലാതികൾ അവർ പ്രകടിപ്പിക്കുന്നു. തുടർന്നു ബൈത്തുകളിൽ പറയുന്നത് കാണാം. വലൈസ ലനാ ഇല്ലാ ഇലൈക ഫിറാറുന വ ഐന ഫിറാറുന്നാസി ഇല്ലാ ഇലർ റുസുലി. നബിയെ, അങ്ങയേക്കല്ലാതെ പിന്നെവിടെയാണ് നാം അഭയം പ്രാപിക്കേണ്ടത്? നബിയെ, അങ്ങാണ് അഭയം. ഇത് നമ്മെ പഠിപ്പിക്കുന്നത് അവരുടെ എന്ത് പ്രശ്നത്തിനും അവർ പരിഹാരം കണ്ടിരുന്നത് അത് ഷഫീഉൽ വറാ ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്നായിരുന്നു. ഇതിന് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അംഗീകാരം നൽകുകയാണ് ചെയ്തത്. മറിച്ച് അത് ഷിർക്കാണെന്നോ അത് മംനൂ ആണ് എന്നോ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടില്ല. മറ്റൊരു സംഭവം കാണാം. മഹാനായ സൽമത്ത് ബിൻ അക്വ റളിയല്ലാഹു അൻഹു മഹാനവറുകൾ ഖൈബർ യുദ്ധത്തിൽ പങ്കെടുത്ത് മഹാനവറുകളുടെ കാലിൽ വലിയ ഗുരുതരമായ ഒരു മുറിവ് പറ്റി. ആഴത്തിലുള്ള മുറിവ് കണ്ടിട്ട് ജനങ്ങൾ പറയുന്നുണ്ട്, ഉസീബ സലമ, സലമയുടെ മുറി കാരണം സലമ മരണപ്പെട്ടു പോകുമല്ലോ എന്നിങ്ങനെ ആളുകൾ പറയുന്നു. ആ സംഭവത്തിൽ കാണാം, മഹാനായ സൽമത്ത് ബിൻ അക്വ റളിയല്ലാഹു അൻഹു പറയുന്നു, ഫഅതൈതു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, പരിഹാരത്തിന് വേണ്ടി ഞാൻ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളരികിൽ ചെല്ലുന്നു. ഫനഫസ ഫീഹി സലാസ നഫസാത്തിൻ, ആ സമയത്ത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എൻ്റെ കാലിൽ 3 പ്രാവശ്യം ഊതിത്തന്നു. മുത്തുനബി മന്ത്രിച്ചൂതി കൊടുക്കുകയാണ്. മഹാനവറുകൾ ഉദ്ധരിക്കുന്നത് കാണാം. ഫമസ്തകൈതുഹാ ഹത്ത സഅ, അതിനുശേഷം ഇസ്സമയം വരെ എനിക്ക് യാതൊരു പ്രയാസവും ഉണ്ടായിട്ടില്ല. ഈ സംഭവങ്ങളെല്ലാം നമ്മെ പഠിപ്പിക്കുന്നത് അവരുടെ പ്രശ്നങ്ങൾക്കും അവരുടെ സകല ബുദ്ധിമുട്ടുകൾക്കും അവർ കണ്ട പരിഹാരം അത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയാണ്. മുത്തുനബിയെ വിളിക്കുന്നത് അത് അംഗീകരിക്കപ്പെടുന്ന കാര്യമാണ്. സ്വഹാബത്ത് അവരുടെ പതിവായി ചെയ്ത കാര്യമായിരുന്നു എന്ന് ഈ സംഭവങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു. ജാബിർ ബിൻ അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് ഉദ്ധരിക്കുന്ന മറ്റൊരു സംഭവം സ്വഹീഹുൽ ബുഖാരിയിൽ നമുക്ക് കാണാൻ സാധിക്കും. ഫജഹിഷൻ നാസു നഹ്വഹു എന്നവിടെ പ്രയോഗിച്ചിട്ടുണ്ട്. ജനങ്ങൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളരികിൽ കരഞ്ഞുകൊണ്ട് വേവലാതി പറയുന്നു. അവർക്ക് പരിഹാരം വേണം. അവർ പറയുന്നു, നബിയെ, ഞങ്ങൾക്ക് വെള്ളമില്ല, വുളു എടുക്കാൻ വെള്ളമില്ല, കുടിക്കാൻ വെള്ളമില്ല. ആ സമയം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ മുമ്പിലുണ്ടായിരുന്ന പാത്രത്തിലെ വെള്ളത്തിൽ കൈവച്ചു കൊടുക്കുന്നു. ഫജഅലൽ മാഉ യസൂറു ബൈന അസാബിഇഹി കഅംസാലിൽ ഉയൂനി. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൈവിരലുകൾക്കിടയിലൂടെ വെള്ളം അരുവിയെപ്പോലെ ഒഴുകുന്നത് കാണുന്നു. അവരതിൽ നിന്ന് കുടിക്കുന്നു, വുളു എടുക്കുന്നു. അവിടെ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എത്ര പേരുണ്ടായിരുന്നു? സ്വഹാബി പറയുന്നു, ഞങ്ങൾ 1500 പേരുണ്ടായിരുന്നു. 1,00,000 പേരുണ്ടെങ്കിലും നമുക്കത് തികയുമായിരുന്നു എന്ന് മഹാനവറുകൾ അവിടെ പറയുന്നത് കാണാം. ഇങ്ങനെ ഏതു പ്രശ്നത്തിനും എന്ത് പ്രശ്നത്തിനും അവർ കണ്ട പരിഹാരം അത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളായിരുന്നു. ധാരാളം സംഭവങ്ങൾ കിതാബുകളിൽ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് യാ റസൂലല്ലാ, ഓ നബിയെ, മുത്തുനബിയെ എന്നുള്ള അഭിസംബോധന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അരികിൽ ചെന്നവർ അഭിസംബോധന ചെയ്ത് അവർ പരിഹാരങ്ങൾ നേടിയെടുത്തു. ഇത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിലക്കുകയോ
ശിർക്കാണെന്ന് പറയുകയോ ചെയ്തിട്ടില്ല. അതുകൊണ്ട് അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് അനുസരിച്ച് ജീവിക്കുന്ന നാം ഈ ചെയ്തികളെയാണ്, സുന്നത്തിനെയാണ് മുറുകെ പിടിക്കേണ്ടത്. അവർ കാണിച്ചു തന്ന വഴിയിൽ സഞ്ചരിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.